ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോമ്പുതുറയ്ക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ചിക്കൻ വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് അത്ര നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ചെയ്യാൻ. ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 3-4 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർക്കണം. അപ്പോൾ ഞാൻ 2-3 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യവേ തന്നെ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴച്ച് ഒരു ഡോ റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഓയിൽ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ വല്ല മതി, നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഒരു 5-10 മിനിറ്റ് നേരം സമയം എടുത്ത് കുഴച്ചെടുത്താൽ അത്രയും നല്ലതാണ്. അപ്പം ഞാൻ നല്ലപോലെ ഒന്ന് കുഴച്ച ശേഷം നമ്മൾ ബൗളിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നമുക്ക് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ, കയ്യിലുള്ള ഓയിൽ ഇതിൻ്റെ മുകളിലും ഇതുപോലെ ഒന്ന് തടവി കൊടുക്കുക. നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഇതിനെ ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഞാൻ ഒരു മണിക്കൂറെങ്കിലും അതങ്ങനെ തന്നെ വെക്കും കേട്ടോ. ഇനി ഞാനൊരു 4 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1 ടീസ്പൂൺ അളവിൽ നാരങ്ങാനീര്. ഇത്രയും ചേർത്തിട്ട് നമുക്ക് കൈവച്ച് തന്നെ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത ശേഷം നമുക്ക് ഇതൊരു അരമണിക്കൂർ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇതൊക്കെ നിങ്ങൾ നേരത്തെ തന്നെ ചെയ്യുന്നതിന് മുന്നേ തന്നെ ചെയ്ത് വെക്കുക കേട്ടോ. അരമണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിലാണ് ഞാൻ വെച്ചത്. ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരല്പം നെയ്യും, ഒരു 1/4 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക് ഇത്രയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ലോ ഫ്ലെയിമിലല്ല വെക്കുന്നത്, ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കും, കരിഞ്ഞു പോവാതിരിക്കാൻ. അപ്പോൾ അങ്ങനെ ഇത് എടുത്തിട്ടുള്ള സവാള കേട്ടോ. ഇത് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ നമ്മളിത് ഇതുപോലെ ആക്കിയെടുക്കണം. നല്ല ഗോൾഡൻ ഷെയ്ഡിലായാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുക, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇത്രയും ചേർത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ പച്ചമണം മാറിയിട്ട് ഇനി ബാക്കി ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ ചേർക്കാവുള്ളൂ. അപ്പോൾ അതേ കുറച്ച് നേരം ഒന്ന് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വാസനയൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരമണിക്കൂർ മുന്നേ മാറ്റി വെച്ച് നമ്മുടെ ചിക്കൻ്റെ പീസൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നമ്മൾ വേവിച്ചെടുക്കണം. നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതങ്ങ് വെള്ളം പോലെ എന്താ പറയുക, ഒരു വേറൊരു എന്താ പറയുക ഒരു രീതിയിലാവും. അപ്പോൾ നിങ്ങൾ അയ്യോ ഇതെന്താ ഇങ്ങനെയെന്നൊന്നും വിചാരിക്കേണ്ട. വെള്ളം നല്ല വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തന്നെ വേവിക്കണം കേട്ടോ. ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ, അത് ഞാൻ വിട്ടുപോയതാണ് കാണിക്കാൻ. അപ്പോൾ ഞാൻ നല്ലപോലെ വെള്ളം ഒഴിച്ച് ആ വെള്ളം ഫുള്ള് കംപ്ലീറ്റ് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടച്ച് വെച്ച് തന്നെയാണ് വേവിച്ചത്. കംപ്ലീറ്റ് ആ വെള്ളം മുഴുവനും വറ്റി ഇതിൻ്റെ ഓയിൽ ഇതുപോലെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വരണം. ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തീ കുറച്ചിടണ്ട, കൂട്ടി തന്നെ ഇട്ടോളൂ. കൂട്ടി തന്നെ ഇട്ടിട്ട് ഇടയ്ക്ക് അടിക്ക് പിടിക്കുകയാണെന്ന് തോന്നിയാൽ തീ ഒന്ന് കുറച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇത് നല്ലപോലെ വെള്ളം വറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില കൂടി ഇടുകയാണ്. കറിവേപ്പില കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളം വറ്റിക്കാൻ പറയുന്നത് നമ്മളിത് ആ ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ വെക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോഴും നല്ല മണവും ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് വെക്കാം. അപ്പോൾ അതേ ഞാൻ നേരത്തെ മാറ്റി വെച്ച് നമ്മുടെ ഡോ ഇവിടെ എടുത്തിട്ടുണ്ട്. നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടോ. അതോ നല്ല സോഫ്റ്റാണ്, നല്ല പൂ പോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 മണിക്കൂർ വെച്ചിരുന്നിനി, അതുകൊണ്ടാണോ എന്നറിയത്തില്ല, അത്ര നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഡോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മൈദ ഇട്ടതിന് ശേഷം ഇത് നമുക്ക് മാക്സിമം ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് അങ്ങ് കട്ടി കുറച്ച് പരത്തരുത്, ഒരുപാട് കട്ടി കൂട്ടുകയും വേണ്ട. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തില്ലേ അതുപോലെ ഇരുന്നോട്ട്. ചപ്പാത്തിക്ക് നല്ല നൈസല്ലേ, അത്രയും നൈസ് ആക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ചെറിയൊരു തിക്നെസ്, ഒരുപാട് തിക്നെസ് ഇല്ല, എന്നാലും ഒരു മീഡിയം സൈസ്.
ഞാൻ ഈ ഒരു റൗണ്ട് ഷേപ്പ് വെച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ റൗണ്ട് ഷേപ്പ് ഇല്ലെങ്കിൽ നമ്മൾ ആ ബൗൾ ഉണ്ടല്ലോ, ബൗൾ വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റും, റൗണ്ട് ബൗൾ വെച്ചിട്ട്. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാണ്. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫില്ലിങ് എടുക്കുക. നമ്മളെ ഫില്ലിങ് ഉണ്ടോ അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു ഫില്ലിങ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കുക. ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഈ ഒരു ഫില്ലിങ്ങിന്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ മനസ്സിലാവുന്നത്. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഫില്ലിങ് വെച്ചതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ജസ്റ്റ് ഈ തുമ്പത്ത് കുറച്ച് വെള്ളം തടവുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ഇത് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇത് വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഇതുപോലൊരു ഡിസൈൻ കൂടി ഇതിന് കൊടുക്കാം. കണ്ടോ, ഈ സൈഡിലായിട്ട് ഈ ഫോർക്ക് വെച്ചൊരു ഡിസൈൻ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതെല്ലാം ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം. ഇനി കൂടുതൽ സമയം വെക്കേണ്ട, അപ്പം തന്നെ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് 2 എണ്ണം വീതം ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നല്ല ചൂട് എണ്ണയിലേക്ക് വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് നല്ല ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോൾ എടുക്കാം. തീ കുറച്ചൊന്നും ഇടണ്ട, കൂട്ടി തന്നെ ഇട്ടോളൂ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് ലെയറായിട്ട് വരും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യേണ്ട വിഭവം തന്നെയാണ്. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. പ്രത്യേകിച്ച് ഇപ്പം ചിക്കനൊക്കെ ഉള്ള സീസൺ ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, സൂപ്പറായിട്ടുള്ളൊരു ഈ സ്നാക്ക് റെസിപ്പിയാണ്.